ന്യൂസ് 16 കേരള. നെതന്യാഹുവിന്റെ യുദ്ധക്കൊതിയിൽ കെടുതി അനുഭവിച്ച് ഇസ്രയേലികളും 8000-ലേറെ പേർക്ക് വീട് നഷ്ടമായി. ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ ഇസ്രയേലിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രസിഡന്റ് നെതന്യാഹുവിന്റെ യുദ്ധവെറിയിൽ സ്വന്തം രാജ്യത്തുള്ളവർ തന്നെ കെടുതി അനുഭവിച്ചു തുടങ്ങി. പ്രതിരോധമെന്നോണം മിസൈൽ ആക്രമണം ഇറാൻ അതിശക്തമാക്കിയതോടെ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നത്. 3000-ഓളം വീടുകൾ നിലംപൊത്തി. ഇതോടെ 8000-ലേറെ പേർ ഭവനരഹിതരായി. ഭവനരഹിതരായ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമെല്ലാം ബങ്കറുകളിലാണ് കഴിയുന്നത്. ഇറാന്റെ മിസൈൽ വർഷത്തിൽ ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്ന അവസ്ഥയിലാണ്. ഇറാന്റെ ആക്രമണ ഭീഷണി തുടരുന്നതിനാൽ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിൽ നിരന്തരം മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങുന്നുണ്ട്. ഇതിനാൽ മരണം മുന്നിൽ കണ്ട് കഴിയുന്ന ഇസ്രയേലികൾ ഭയപ്പാടിലാണ്. നെതന്യാഹുവിന്റെ യുദ്ധവെറിയിൽ ജനജീവിതം താറുമാറായെന്ന് ചില ഇസ്രയേലി മാധ്യമങ്ങളും വെളിപ്പെടുത്തി. ഗസയിലും ലബനാനിലും യമനിലും സിറിയയിലുമെല്ലാം നടത്തിയ ക്രൂര ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രയേൽ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന വിമർശനമുയരുന്നുണ്ട്. അതേസമയം ഇറാനിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 639 ഇറാനിലെ മരണസംഖ്യ. ഗുരുതരമായും അല്ലാതെയും പരിക്കേറ്റവരുടെ എണ്ണം 1300 ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.